ഇന്ന് പള്ളികളുടെ അവസ്ഥ തന്നെ ദാരുണമാണ്. സുബ്ഹാനല്ലാഹ്, ചില പള്ളികളിലൊക്കെ കള്ളുടിയന്മാര് വരെ കേറി നിരങ്ങുകയാണ്. കള്ളുകുടിയന്മാര് വരെ കയറി നിരങ്ങുകയാണ് പള്ളികൾ. നിങ്ങൾ കണ്ടോ? കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് മമ്പുറം പള്ളി. ആ മമ്പുറം പള്ളിയും ശേഷം വരാനിരിക്കുന്ന മുട്ടുച്ചിറപ്പള്ളിയും, രണ്ട് പള്ളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹിന്ദുക്കളുടെ ഒരു ആചാരം നടക്കലുണ്ട്. ആ ആചാരം പള്ളിയിലെ കോമ്പൗണ്ടിലേക്ക് കടന്നു വരികയും മതോന്മത്തനായി വരുന്നവൻ പള്ളി ഏതാണെന്ന് പോലും തിരിച്ചറിയാതെ ജുമുഅ നടക്കുന്ന സമയം 7 നോക്കി ഖത്തീബ് വായിക്കുമ്പോ ആ ഖത്തീബ് പറയുന്നത് എന്തെന്ന് നോക്കാതെ താഴെ കാണുന്ന കളിയാട്ടത്തിൽ നോക്കിക്കൊണ്ട് അതാ ഖുതുബയ്ക്ക് വന്ന ആളുകൾ നോക്കിയിരിക്കുന്നു. കണ്ടോളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കണ്ടോ? കണ്ടോണേ, പള്ളിക്കകത്താണ്. പള്ളിന്ന് പിടിച്ചോണ്ട് പോവാ. നല്ല ഒന്നാം തരം ഫിറ്റായിട്ടാണ്. ഓൻ പള്ളി ഏതാ മറ്റേതല്ല അറിയില്ല, ഓടിക്കേറിയതാണ്. കണ്ടോ? അവിടെ നിങ്ങൾക്ക് കാണാം ഇമാം മെമ്പറിൽ നിന്നുകൊണ്ട് ഖുത്ബ നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കാണാം നിങ്ങൾക്ക്. ഇമാം മെമ്പറിൽ നിന്ന് ഖുത്ബ നടത്തുന്നു. ആളുകൾ എങ്ങോട്ടാ ശ്രദ്ധിക്കുന്നത്? ആളുകൾ എവിടെയാ? ശ്രദ്ധ നോക്കിക്കോളൂ. പള്ളികൾ ഹിദായത്തിന്റെ കേന്ദ്രമാവേണ്ടെടുത്ത് 7 നോക്കി വായിക്കുന്ന സമ്പ്രദായത്തിലേക്ക് മാറിയപ്പോ ഇല്ല, ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അവർക്ക് കൊട്ടും പാട്ടും കളിയാട്ടവുമാണ് ഇഷ്ടം. ജനങ്ങൾ പുറത്തിരിക്കുന്നവരെല്ലാം പുറത്തേക്ക്. അവിടെ ആർക്കും കയറി വന്ന് എന്തും ചെയ്യാം. മുസ്ലിമീങ്ങളെ, അള്ളാഹുവിന്റെ പള്ളികൾ ഇതിനുള്ളതാണോ? അള്ളാഹുവിന്റെ പള്ളികൾ സമുദായത്തിന് ഹിദായത്തിന്റെ കേന്ദ്രമാവേണ്ടുന്ന പള്ളികൾ. ആ പള്ളികളിൽ നിന്ന് ലഭിക്കേണ്ടത് ഹിദായത്തായിരുന്നല്ലോ. പക്ഷേ അവിടുന്ന് അത് ലഭിക്കുന്നില്ല. ഓ ജനങ്ങളെ, കൃത്യമായി മനസ്സിലാക്കണേ എന്ന് പറയാൻ ഖത്തീബിനാകുന്നില്ല. ഇല്ല മുസ്ലിമീങ്ങളെ, ഇത് നമ്മുടെ പള്ളിയല്ല, ഇത് നമ്മുടെ ആദർശമല്ല, ഇത് നമ്മുടെ ആചാരമല്ല, ഇത് നമ്മുടെ ജീവിതമല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പള്ളി ഇതുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ് കേട്ടോ. ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇന്നിതാ കേരളക്കരയിലെ ഇന്ത്യയിലെ മഹാസംഭവം ഉണ്ടാവാൻ പോവാൻ. എന്താ സംഭവം? ആ സംഭവത്തിന് തറക്കല്ലിട്ടിട്ടുണ്ട്. അത് ആകാശത്താണോ ഭൂമിയിലാണോ ഇട്ടത് ഇതുവരെ ഉറപ്പായിട്ടില്ല. തറക്കല്ലൊക്കെ ഇട്ട് കഴിഞ്ഞു. അത് എവിടെ ഇട്ടത് ആർക്കും പിടുത്തം കിട്ടിയില്ല. അങ്ങനെ ഒരു സാധനം ഇവിടെ ഉണ്ടാവാൻ പോകുന്നു. അള്ളാഹുവിന്റെ പള്ളികൾ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കപ്പെടുന്നതാണെങ്കിൽ കേരളക്കരയിൽ വരാൻ പോകുന്ന ഇന്ത്യയിലെ വലിയ സംരംഭം അതൊരു മുടി സൂക്ഷിക്കാനാണ്. മുടി സൂക്ഷിക്കാനല്ല, കാന്തപുരത്ത് വെക്കാനാണ്. വെക്കാനല്ല, തീരുമാനമായിട്ടില്ല.